വെൽക്കം ടു ഡ്രീം ഹണ്ടേഴ്സ്. മുൻപിട്ട് വീഡിയോയ്ക്ക് നിരവധി കമൻറ്റുകൾ ആണ് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ലഭിച്ചത്. പലരും എന്നോട് ചോദിച്ച ഒരു സംശയം എന്ന് പറയുന്നത്, എന്താണ് നീ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം? ഞാൻ അവരോട് പറഞ്ഞു, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് എന്നീ ഭാഷകളിൽ നിരവധി ചാനലുകൾ ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ്. നല്ല വീഡിയോസ് ഈ ഭാഷകളിൽ മാത്രം നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്നാൽ മലയാളത്തിൽ വളരെ കുറച്ച് ചാനൽസ് മാത്രമാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്നെ മുഖ്യമായും പ്രേരിപ്പിച്ചത്. എൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ വീഡിയോ കാണുന്ന നിരവധി പേര് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടാവും കേൾക്കുന്നത്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? നാം എന്ത് ചിന്തിക്കുന്നു അതായിത്തീരുന്നു എന്നാണ് ശ്രീ ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. വിജയിച്ചിട്ടുള്ള ആൾക്കാർ പലരും ഈ ടോപ്പിക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പലരുടെയും ചിന്തകൾ ആ രീതിയിലായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടാകുന്ന നിരവധി ആൾക്കാരെ നമുക്ക് ചുറ്റും കാണാവുന്നതായിരിക്കും. എന്നാൽ അവരെ നാം പരിശോധിച്ചാൽ അവരുടെ ചിന്താഗതി നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അവർ ഒന്നുമില്ലെങ്കിൽ പോലും എല്ലാം ഉണ്ടെന്ന ആ രീതിയിലുള്ള ചിന്തകളും ആ രീതിയിലുള്ള സംസാരങ്ങളായിരിക്കും അവർക്കുണ്ടാകുന്നത്. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നതും ആ ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വിജയിച്ചിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്ന 5 ടെക്നിക്കുകളെ കുറിച്ചാണ്. എന്താണ് ആ 5 ടെക്നിക്കുകൾ എന്ന് ഞാൻ ഇവിടെ പറയാൻ പോകും. റൈറ്റ് യുവർ ഗോൾസ്. നിങ്ങൾക്ക് എന്തു വേണമോ അതൊരു വെള്ള ഷീറ്റ് പേപ്പറിൽ എഴുതി വെക്കുക. അതായത് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്പെസിഫിക് ആയിരിക്കണം എന്ന് മാത്രമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ എഴുതുമ്പോൾ എനിക്കൊരു കാർ വേണം അങ്ങനെയല്ല എഴുതേണ്ടത്. നിങ്ങൾക്ക് ഏത് മോഡൽ അല്ലെങ്കിൽ ഏത് കളർ, ഏത് കമ്പനിയുടെ കാർ വേണമെന്നാണ് എഴുതേണ്ടത്. ഉദാഹരണത്തിന് എനിക്ക് മെർസിഡീസ് എ ക്ലാസ് കാർ വൈറ്റ് കളറിൽ വേണം. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോളാണ്. അതേ അല്ലെങ്കിൽ ഒരു i7 ബ്ലാക്ക് കളർ ആപ്പിൾ ഫോൺ എനിക്ക് വേണം. ഇത് വേറൊരു ഉദാഹരണമാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ 1 മുതൽ മിനിമം ഒരു 10 എണ്ണെങ്കിലും എഴുതുക, അല്ലെങ്കിൽ 100 എണ്ണം. അതാണ് ആദ്യ ചുവടെത്തിനുള്ളത്. നമ്പർ 2, വിഷ്വലൈസേഷൻ. മുൻപ് എഴുതി വെച്ചിരിക്കുന്ന ഗോൾസ് മുഴുവനും നിങ്ങൾക്ക് നടന്നായി സങ്കല്പിക്കുക എന്നതാണ് വിഷ്വലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മുൻപ് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാറാണെങ്കിൽ നിങ്ങൾ ആ കാറിൽ സഞ്ചരിക്കുന്നത് ഡെയിലിയും സങ്കല്പിക്കുക. നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോഴൊക്കെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം നടന്നതായി സങ്കല്പിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കാർ എഴുതി വെച്ചിരിക്കുന്നതെന്ന് കരുതുക. ആ കാറിൽ സഞ്ചരിക്കുന്നത് ആയി സങ്കല്പിക്കുക. ആ കാർ ബ്രേക്ക് ചവിട്ടുന്നതും അല്ലെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുന്നതും എല്ലാം തന്നെ സങ്കല്പിക്കുക. ആ വെറുതെ സങ്കല്പിച്ചാൽ പോരാ, ആ ഇമോഷൻസ് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രം മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ബേസിക്. അഫർമേഷൻസ്. എന്താണ് അഫർമേഷൻസ്? വളരെ സിമ്പിളായി പറഞ്ഞ മന്ത്രങ്ങൾ എന്ന് പറയാം. ഇത് ഞാനൊരു മതപരമായിട്ടുള്ള കാര്യമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും വളരെ വ്യത്യസ്തമായ തലത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ വിജയിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പണമുണ്ട്, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായി റീപ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് ഉയരുന്നതായിരിക്കും. ഇത് തന്നെയാണ് അഫർമേഷൻസ് എന്ന ടെക്നിക്കിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇത് നിങ്ങൾ ഫ്രീ ടൈം എപ്പോഴൊക്കെ കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ് യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്സിന് വെയിറ്റ് ചെയ്യുമ്പോഴും എല്ലാം തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എപ്പോഴും നിങ്ങൾ മനസ്സുകൊണ്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഈ അഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിയർ ഗ്രൂപ്പ്. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ആകെത്തുകയാണ് നിങ്ങളുടെ കൂട്ടുകാരിൽ 9 പേർ പുകവലിക്കുകയാണെങ്കിൽ 10ാമത്തെ ആൾ നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നാം സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഉയർന്ന ലക്ഷ്യവും അല്ലെങ്കിൽ നല്ല ചിന്താഗതിയുള്ള കൂട്ടുകാരെ സെലക്ട് ചെയ്യുക. 5, റീഡിംഗ് ബുക്സ്. ലീഡേഴ്സ് ആർ റീഡേഴ്സ്. അതായത് നേതാക്കൾ എല്ലാവരും നല്ല വായനാശീലമുള്ളവരാണ്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർ മുഴുവനും പ്രഭാതത്തിൽ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി സമയം ചിലവഴിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നാം പുസ്തക വായനയ്ക്ക് വേണ്ടിയിട്ട് നാം കുറച്ച് സമയം
അതായത് രാവിലെ എണീറ്റതിന് ശേഷം ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിമം ഒരു 15 മിനിറ്റെങ്കിലും പുസ്തക വായനയ്ക്കായി നീട്ടി വെക്കേണ്ടതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നോവലുകൾ വായിക്കാൻ വേണ്ടിയിട്ടല്ല. അതായത് നിങ്ങളുടെ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സെൽഫ് ഹെൽപ്പ് ബുക്സ്. അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന നെപ്പോളിയൻ ഹിൽസിൻ്റെ ബുക്കുകൾ വായിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ മനസ്സിലെ ചിന്താഗതി തന്നെ മാറ്റുന്ന ബുക്കാണ് നെപ്പോളിയൻ ഹില്ലിൻ്റെ തിങ്ക് ആൻഡ്